ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ഷെഡ്യൂൾ നമ്പർ 5 വരെ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷെഡ്യൂൾ നമ്പർ 6, അതായത് അസറ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യണം. ഷെഡ്യൂൾ നമ്പർ 6 ആദ്യം വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിൻ്റെ കയ്യിലുള്ള ക്യാഷ്, അതാണ് ക്യാഷ് ഇൻ ഹാൻഡ്, ഇൻക്ലൂഡിങ് ഫോറിൻ കറൻസി നോട്ട് ഉൾപ്പെടെയുള്ളത് ബാങ്കിൻ്റെ കയ്യിലുള്ള ക്യാഷ്. പിന്നെ ബാലൻസസ് വിത്ത് RBI, അതിൽ കറണ്ട് അക്കൗണ്ടും ഇൻ അതർ അക്കൗണ്ടും. അതായത് നമ്മുടെ RBIയിൽ കമ്പൽസറി ആയിട്ട് 4% ഓഫ് ടോട്ടൽ ഡിമാൻഡിൻ്റെ 4% നമ്മൾ RBIയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ആ എമൗണ്ടാണ് നമ്മൾ അതർ ബാലൻസസ് വിത്ത് RBIയിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് ഷെഡ്യൂൾ നമ്പർ 7, ബാലൻസസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ബാലൻസസ് വിത്ത് ബാങ്കിൻ്റെ ബാലൻസ്, ബാങ്കിൻ്റെ കയ്യിലുള്ള ബാലൻസ്, അത് ഇന്ത്യയിലുള്ളത് ബാലൻസസ് വിത്ത് ബാങ്ക്സ്. പിന്നെ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, ഇൻ കറണ്ട് അക്കൗണ്ട്, ഇൻ അതർ ഡെപ്പോസിറ്റ് അക്കൗണ്ട്. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസിൽ വിത്ത് ബാങ്ക്സ്, വിത്ത് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, മണി അറ്റ് കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബാങ്ക് വേറെ ബാങ്ക് എടുക്കുകയാണെങ്കിൽ വേറെ ബ്രോക്കർമാർക്കൊക്കെ ലോൺ കൊടുക്കും. ഇപ്പോൾ അത് ഒരു ദിവസത്തേക്കാണെങ്കിൽ നമ്മൾ മണി അറ്റ് കോൾ എന്നും 7 ഡേയ്സിനാണെങ്കിൽ അത് ഷോർട്ട് നോട്ടീസ് എന്നാണ് പറയുക. അതാണ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. നെക്സ്റ്റ് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ. സെക്കൻഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ, ഇൻ കറണ്ട് അക്കൗണ്ട്, ഇൻ അതർ ഡെപ്പോസിറ്റ് അക്കൗണ്ട്, മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ഈ മണി ബാലൻസസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസിൽ ഫസ്റ്റും സെക്കൻഡും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഗ്രാൻഡ് ടോട്ടൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് വരുന്നത് ഷെഡ്യൂൾ നമ്പർ 8, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്. ഷെഡ്യൂൾ നമ്പർ 8 വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇൻ ഇന്ത്യയിലും ഉണ്ടാവും, ഔട്ട്സൈഡ് ഇന്ത്യയിലും ഉണ്ടാവും. അത് രണ്ടുമാണ് ഈ ഷെഡ്യൂൾ നമ്പർ 8 വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റി, അതർ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഇൻ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റി, സബ്സിഡറീസ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എബ്രോഡ്, ഇതൊക്കെയാണ് സെക്കൻഡ് ഐറ്റംസിലുള്ളത്. ഈ ഫസ്റ്റ് ഐറ്റവും സെക്കൻഡ് ഐറ്റം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാൻഡ് ടോട്ടൽ കിട്ടും. അതാണ് ഷെഡ്യൂൾ നമ്പർ 8, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ. അടുത്തത് ഷെഡ്യൂൾ നമ്പർ 9, അഡ്വാൻസസിൽ ആദ്യം പറയുന്നത് എയിൽ വരുന്നത് പോയിന്റ് 1 ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ്, നമുക്കറിയാലോ എന്താന്ന്. അതുപോലെ ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ് ലോൺ, റീപേയബിൾ ഓൺ ഡിമാൻഡ്. പിന്നെ ടേം ലോൺ എന്ന് പറഞ്ഞാൽ എന്താ? ടേം ലോൺ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻഡ് ലോങ് പീരീഡ് ലോണിനെയാണ് നമ്മൾ ടേം ലോൺസ് എന്ന് പറഞ്ഞത്. എന്നിട്ട് ഫുള്ള് ആഡ് ചെയ്ത് ടോട്ടൽ എഴുതാം. നെക്സ്റ്റ് സെക്യൂർഡ് ബൈ ടാഞ്ചിബിൾ അസറ്റ്, കവേർഡ് ബൈ ബാങ്ക് ഓർ ഗവൺമെൻറ് ഗ്യാരണ്ടി, അൺസെക്യൂർഡ്, അതൊക്കെ ബിയിൽ വരും. എന്നിട്ട് അതിൻ്റെ ടോട്ടലാണ്. നെക്സ്റ്റ് വരുന്നത് അഡ്വാൻസസ് ഇൻ ഇന്ത്യയിൽ എന്തെങ്കിലും അഡ്വാൻസസ്, ഇന്ത്യയിൽ തന്നെ ഉള്ളവർക്ക് എന്തെങ്കിലും അഡ്വാൻസ്, അതായത് പ്രയോറിറ്റി സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ അതിനൊക്കെ കൊടുക്കുന്ന ലോണുകൾ, അതാണ് പ്രയോറിറ്റി സെക്ടറിൽ വരുന്നത്. പിന്നെ പബ്ലിക് സെക്ടറിന് കൊടുക്കുന്നത്, ബാങ്ക്സ് അതേഴ്സിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിൽ ഡ്യൂ ഫ്രം ബാങ്ക്, ഡ്യൂ ഫ്രം അതേഴ്സ്, അതായത് ബിൽ പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ്, സിൻഡിക്കേറ്റഡ് ലോങ് അതേഴ്സ്. ഇതിൽ ഈ ഒരു ഷെഡ്യൂളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് സിയിലെ 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത്. സി 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ. ഇതിൻ്റെ എയും ബിയും തമ്മിൽ കൂട്ടുന്നതും ഇതും സെയിം ആയിരിക്കും, ഗ്രാൻഡ് ടോട്ടലും. നെക്സ്റ്റ് വരുന്നത് ഷെഡ്യൂൾ നമ്പർ 10, ഫിക്സഡ് അസറ്റിൽ ആദ്യ ഐറ്റം വരുന്നത് പ്രിമിസസിൽ അറ്റ് കോസ്റ്റ് ആസ് ഓൺ 31st ഓഫ് ദ പ്രിസീഡിങ് ഇയർ. അതായത് പ്രിസീഡിങ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ അതിന് വരുന്ന കോസ്റ്റ്. പിന്നെ അഡീഷൻസ് ഡ്യൂറിങ് ദ ഇയറിൽ വരുന്നത് പർച്ചേസ് കോസ്റ്റ്. അതുപോലെ ഡിഡക്ഷൻ ഡ്യൂറിങ് ദി ഇയർ എന്ന് പറയുമ്പോൾ സെയിൽസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിപ്രീസിയേഷൻ ടു ഡേറ്റ്. അതുപോലെ തന്നെ സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് അതർ ഫിക്സഡ് അസറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
പ്രിസീഡിങ് ഇയറിലെ കോസ്റ്റ് എഴുതാം. അഡീഷൻസ് ഡ്യൂറിങ് ദി ഇയർ എന്ന് പറഞ്ഞാൽ പർച്ചേസ്, പിന്നെ ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ സെയിൽസ്, ഡിപ്രീസിയേഷൻ ടു ഡേറ്റ് അത്. ഇനി ഫസ്റ്റും അതായത് പ്രിമിസസും അതർ ഫിക്സഡ് അസറ്റും കൂടിയും കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ഗ്രാൻഡ് ടോട്ടൽ കിട്ടും. നെക്സ്റ്റ് ഷെഡ്യൂൾ നമ്പർ 11 അതർ അസറ്റ്. അതർ അസറ്റിൽ വരുന്നത് ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് അക്രൂഡ്. ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് വെച്ചാൽ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, അതാണ് ഈ അക്രൂഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, നേരത്തെ കൂട്ടി അടയ്ക്കുക. അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. പിന്നെ സ്റ്റേഷനറി ആൻഡ് സ്റ്റാമ്പ്, പിന്നെ നോൺ ബാങ്കിങ് അസറ്റ് അക്വേർഡ് ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ക്ലെയിംസ്, അതേഴ്സ്. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഷെഡ്യൂൾ നമ്പർ 11 അതർ അസറ്റിൻ്റെ ടോട്ടൽ കിട്ടും. നെക്സ്റ്റ് വരുന്നത് ഷെഡ്യൂൾ നമ്പർ 12 കണ്ടിജൻറ്റ് ലൈബിലിറ്റീസ്.